ഫസ്റ്റ് ഹാഫ് വലിയ ഓപ്പട്ടായിരുന്നില്ല. നല്ല സീരിയസ് ടോപ്പിക് ഒക്കെയാണ്. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ്റെ റോൾ കുറച്ചത് ഒക്കെയാണ് പടം കുറച്ച് ലോജിക് പോലെ ക്ലീശയാണ്. ഫാദറിന്റെ അഭിനയം വളരെ ക്ലീശയാണ്. ഫസ്റ്റ് ഹാഫ് ആണ്, സെക്കൻഡ് ഹാഫ് വേണം. 100 കോടി കടക്കും അതൊന്നും പറയാൻ പറ്റില്ല. ലാലേട്ടന് കുറച്ച് നല്ല റോൾ കൊടുത്തെങ്കിൽ അങ്ങനെ പോയത്. ആരാണ് കൂടുതൽ നായകനാരാ? ഏറ്റവും സ്കോർ ചെയ്യുന്നത് മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടിക്ക് ഏറ്റവും റോൾ, ലാലേട്ടൻ്റെ റോൾ വളരെ ചെറുതാണ്. പടം തൂക്കോ? പറയാൻ പറ്റില്ല. ഇതിൽ മമ്മൂട്ടി മാത്രം റോളുണ്ട്. ഓൾ ടൈം വർക്ക് അല്ലേ? എങ്ങനെയുണ്ടായി? അമല അഭിനയിച്ചിട്ടുണ്ടായില്ല ഇതില്? അതിന്റെ സന്തോഷത്തിലൊക്കെയാണ് ഞാൻ ആ സിനിമ പറയാം. അത് പ്രസവിച്ച ആ ഒരു തരിപ്പ് ഞാൻ മാറിയിട്ടില്ല. സീരിയസ്ലി ആ ഗൂസ്ബംസാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ തീർച്ചയായിട്ടും അല്ലെ, ചരിത്രത്തിൽ പലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് ഇതുപോലത്തെ സിനിമ. അതിനൊരു ഭാഗമാകാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. കണ്ടില്ലേ? ഇല്ല, അപ്പൊ കാണാം. അത് നമ്മൾ പറയുന്നത് എങ്ങനെയാ? പടം കാണട്ടെ. എങ്ങനെയുണ്ടായി? നല്ല മൂവിയായിരുന്നു, എൻജോയ് ചെയ്തു. നല്ല ത്രില്ലറാണ്. എല്ലാവരും ഒന്ന് കണ്ട് മെച്ചമായിട്ട് പെർഫോം ചെയ്തു. കൂട്ടുകാരി അഭിനയിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ടായി? ഫസ്റ്റ് മൂവിയാണോ? എങ്ങനെയുണ്ടായ എക്സ്പീരിയൻസ്? വലിയൊരു ഫിലിമിന്റെ ഭാഗമാകാൻ പറ്റി. എന്താ പേര്? പാർവതി. ഓൾ ദി ബെസ്റ്റ്. ഫഹദും അതുപോലെ തന്നെ ജഗ്ബോബനും ബാക്കിയുള്ള എല്ലാ യങ് ആക്ടേഴ്സും ഒക്കെ നന്നായിട്ട് ഇവർക്ക് കൂടെ കോംപ്ലിമെന്റ് ചെയ്ത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു വലിയ കാസ്റ്റിന്റെ അതിന്റെ സിനിമകൾ എടുക്കാൻ ഇനി പ്രൊഡ്യൂസേഴ്സിന് അവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം. മമ്മൂക്കയെ മോഹൻലാലിനെയും ഒക്കെ ഒരുമിച്ച് കണ്ട്, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞ് കണ്ടു വന്ന ആൾക്കാർ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് സ്ക്രീനിൽ വന്നപ്പോൾ ഒരു സന്തോഷം പറയാനിരിക്കും. അവരുടെ ഒന്നിനൊന്ന് മെച്ചമുള്ള അഭിനയവും അതുപോലെ തന്നെ അവരുടെ സൗഹൃദവും ഒക്കെ സിനിമയിൽ നമുക്ക് മനസ്സിലാവും. വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കാണണമെങ്കിൽ തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. ഇറ്റ്സ് വെരി ഗുഡ് തിയേറ്റർ എക്സ്പീരിയൻസ്. സമൂഹത്തിലേക്ക് എന്തെങ്കിലും മെസ്സേജ് നൽകുന്നുണ്ടോ ഈ ഒരു സമൂഹത്തിലേക്ക്? ഇതിൽ നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതാണ് ഒരു മെയിൻ സബ്ജക്റ്റ്. പക്ഷെ ആ പറയുന്നത് മാത്രമല്ല, അതൊരു പ്രത്യേക ഒരു സ്കാമിനെ കുറിച്ച് പറയുകയാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ മൊബൈലും നമ്മളുടെ ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ നിരീക്ഷണത്തിലാണ് ഓൾവേസ്. അപ്പം ആ ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. വളർന്നു വരുന്ന കുട്ടികൾക്കും ഒക്കെ ആ ഒരു നമ്മുടെ പ്രൈവസി അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ നമ്മുടെ ഒരു ജീവിതത്തിൽ. സോ അതിന് ഒരു എല്ലാവർക്കും ഒരു ബോധം ഉണ്ടായിരിക്കണം എന്നൊരു മെസ്സേജ് കൂടെ ഇന്ന് മനസ്സിലാക്കണം. അതിലൂടെയാണല്ലോ നമ്മൾ സിനിമകൾ ഉണ്ടാക്കുന്നത്. സോ അതിനും എന്തായാലും കൺഗ്രാറ്റ്സ്. ഇങ്ങനൊരു ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ച് ഒരു സിനിമ ഉണ്ടാക്കിയതിൽ ഇത്രയും വലിയൊരു കാസ്റ്റ് ഉണ്ടായതിലും ഒത്തിരി സന്തോഷം. ഫഹദ് ഫാസിലാണെങ്കിലും അടിപൊളിയായിരുന്നു. ഭയങ്കര അത് സൂട്ട് ആവുന്നുണ്ട്. പുള്ളിക്ക് ചേരുന്ന ഒരു റോള് തന്നെയുണ്ട്. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബനും അതേപോലെ ഈക്വലന്റ് ആയിട്ടുള്ള റോളുണ്ട്. അതൊക്കെ അത് നന്നായിട്ട് സൂട്ട്. പിന്നെ സെറീൻ്റെ ക്യാരക്ടർ ഷീ വാസ് വെരി ഗുഡ്. മമ്മൂക്കയുടെ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത്രയും ഹെവി ആയിട്ടൊരു ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദർശന വാസ് വെരി ഗുഡ്. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നല്ലതാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് എൻഗേജിംഗ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമ. അത് അത്രയും നല്ല രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും അതിനെ ഒരു വിജയിക്കുക. അവസാനമായിട്ട് മമ്മൂട്ടിയാണ് നോക്കിയത് അതോ ലാലേട്ടൻ? നമുക്ക്
രണ്ട് നടന്മാര് നമുക്ക് പ്രിയപ്പെട്ടവരല്ലേ, മമ്മൂക്കയാണോ നല്ല മോഹൻലാലാണോ നല്ല എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു സൗഹൃദവും അവരുടെ ഒരു നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് തോന്നുന്ന വെരി ക്യൂട്ട് ആക്ച്വലി. സോ ആരാണ് മെച്ചം എന്ന് ചോദിക്കുന്നത്, രണ്ടുപേരും നമുക്ക് അതുല്യ നടന്മാരാണ്. രണ്ടുപേർക്കും ഉള്ള സപ്പോർട്ട് എന്നും ഉണ്ടായിരിക്കും നമ്മുടെ ഓഡിയൻസിന് ഈ കേരളത്തിൽ. ഞാൻ സിനിമയിൽ കയറുന്നേ ഉള്ളൂ, എൻ്റെ നാലാമത്തെ സിനിമയാണ്. അപ്പോൾ ആ സമയത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിന് മമ്മൂക്കടക്കം ചെയ്യാൻ പറ്റിയെന്നുള്ള സന്തോഷമാണ്. ഞാനത് അതൊക്കെ പിന്നെ ശ്രീലങ്കയിലെ ഒരു അവരുടെ ഒരു ആർമി ബേസിലാണ് നമ്മൾ ഷൂട്ടുണ്ട്. അത് അത്രയും ആക്സസിബിലിറ്റി നമുക്ക് അപ്പോൾ ഒരു മൂവിയിൽ മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയുള്ള ഒരു മൂവി ഉണ്ടെന്ന് ഓഡിയൻസ് വാച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ദയവ് ചെയ്ത് വാഹനം മാറ്റി കൊടുക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസ് ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പോലത്തെ ഒരുപാട് സ്ഥലത്ത് ചെയ്യാൻ നമ്മുടെ ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ ചാൻസ് ഇതൊരു ബാരിയർ ബ്രേക്കിംഗ് മൂവി ആവട്ടെ. മാത്രമല്ല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു സബ്ജക്റ്റാണ് മഹേഷേട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സബ്ജക്റ്റ് ആണല്ലോ, എന്നിട്ടാണ് സ്റ്റാർട്ടും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ രണ്ടും ഉണ്ട്, കോണ്ടന്റ് ഉണ്ട്, അതുപോലെ സ്റ്റാർ ഡ്രിവൻ കാസ്റ്റും കൂടെയാണ്, ആക്ടേഴ്സും കൂടെയാണ്. ഇത് നല്ല ആക്ടേഴ്സാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇല്ല, ഞാൻ ലാസ്റ്റ് തിയേറ്ററിൽ കണ്ടത് 2020 ആണ്. ഇത് രണ്ട് മോഹൻലാലെ അറിയിച്ച സിനിമ 2020 കണ്ടത്. കടൽ കടന്ന് മാറ്റപ്പെട്ട് ഞാൻ തിയേറ്ററിലല്ല കണ്ടത്. ഇത്രയും വർഷത്തിന് ശേഷം തിയേറ്ററിൽ എനിക്ക് പണ്ടേ കാണാൻ പറ്റിയത് മാത്രം ഞാൻ ഭാഗമാണ്. ഒരുപാട് അഭിമാനമുള്ള ഒരു മൂവ്മെന്റാണ്. കോമ്പിനേഷൻ സീൻസ് ആണ്, അതൊക്കെ ഫൈറ്റാണ് വരുന്നത്. ക്യാരക്ടർ റോളിനേക്കാളും ഫൈറ്റ് വരുമ്പോൾ നമുക്കൊന്നും കൂടെ നമുക്ക് ഓപ്പോസിറ്റ് ചെയ്യുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട താരങ്ങളാണ്. സോ അത് ഈസി എക്സ്പീരിയൻസ് അല്ല. ഫൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പൊടി കാൽക്കുലേഷൻ മാറി ഒരാൾക്ക് ഇഞ്ചുറി. നമ്മൾ ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അഭിനയിക്കുകയും വേണം. എനിക്ക് ഹാവ് ടു ബി എക്സ്ട്രാ കെയർഫുൾ. ഓപ്പോസിറ്റ് ബിഗസ്റ്റ് സ്റ്റാർസ് ഇൻ ദ കൺട്രി. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് വലിയ പരിക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഭാഗ്യം. ഓഡിയൻസിലുള്ള റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, മൂവി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആ കുട്ടിക്ക് നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് കാണാം, ക്യാമറയുടെ മോണിറ്ററിലോ അല്ലെങ്കിൽ നമുക്ക് സ്പോട്ട് എടുത്ത് കാണാം. മ്യൂസിക് വെച്ചിട്ട് ഡി ആയി കഴിഞ്ഞ് മ്യൂസിക്കിൽ കാണാം. സുശീൽ സാറിന്റെ മ്യൂസിക് കാണുമ്പോൾ ഇത് വേറൊരു ഞാനിത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അപ്പോൾ രണ്ട് സാധനം സ്ക്രീനിൽ വരുന്ന വലിയൊരു എക്സ്പീരിയൻസ്. ലാലേട്ടന്റെ മമ്മൂട്ടി അല്ലെങ്കിൽ ടോപ്പിക്കിനുള്ളത് ആ ഒരു ടോപ്പിക്കാണ്, ഈ കോൺഫിഡന്റിന്റെ ഇതാണ്. സോ ഇത്തരത്തിലേക്ക് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഈ സിനിമയുടെ വിജയം. അതെ, അത് ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ പാറ്റേൺ പറഞ്ഞുകൊണ്ടാണ് നമുക്കത് കൂടുതൽ, അല്ലെങ്കിൽ ഒരു ഈസിലി ഒരു ഡോക്യുമെന്ററി ടൈപ്പായി പോകുന്ന ഒരു കഥ. മനസ്സിലായി? ഇത്രയും എന്റർടൈനിങ് ആയിട്ട് അത് മാനു സാറിന്റെ വർക്ക് ആസ് എ DOP, മഹേഷ് സാറിന്റെ എഡിറ്റിംഗ് ആൻഡ് ഹിസ് ഡയറക്ഷൻ, സുശീൽ സാറിന്റെ മ്യൂസിക്, ഈ കോമ്പിനേഷൻ പെർഫെക്റ്റ്ലി വേഴ്സ്. ലാസ്റ്റ് ഇത്രയും നല്ല ആക്ടേഴ്സ് വന്ന് മനോഹരമായിട്ട് കഥ പറയാൻ പറ്റും. ഫാസ്റ്റ് ഒരു ആക്ടർ അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ രാജീവ് മേനോൻ സാറിനൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇത്രയും നമ്മുടെ ആർട്ടിലേക്ക് വരുന്നത്. ഹൗ ഡേഞ്ചറസ് ദ എക്വിപ്മെന്റ് യു ആർ ഹോൾഡിംഗ് റൈറ്റ് നൗ ക്യാൻ ബി. തിയേറ്ററിൽ കാണുമ്പോൾ ഫഹദിന്റെ ഒരു 1 month ഷോ ഉണ്ടായിരുന്നു. ഫഹദ് ഫാസിലിന്റെ ഒരു 1 month ഷോ ഉണ്ട്. ഭയങ്കര ഫാസിയായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഫാസിയായിട്ട് ഞാൻ ആ സീനിൽ വർക്ക് ചെയ്യുമ്പോൾ ഷോട്ട് കഴിഞ്ഞാൽ ഫാദുക്ക് ആലോചിച്ച് കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ട് സംസാരിക്കും. അതായത് ഞാൻ ഫാദുക്കയുടെ ഹോസ്റ്റലായിട്ടായിരുന്നു, ഞാൻ പോസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കും, ഫാദുക്ക് 8 അന്നത്തെ കാര്യം വെച്ചിട്ടുണ്ട്. ശ്രാവൺ മുകേഷ് സാറിന് അവൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ നല്ല രസമുണ്ട്. ഫാദുക്കോടൊപ്പം ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. ഈ കൺഫേം ഫിലിം സ്കൂളിൽ പോയിട്ടില്ല, ആക്ടിങ് പഠിച്ചിട്ടില്ല എന്നാണ്. മലയാളി പ്രേക്ഷകരുടെ ടോപ്പിക് ഏറ്റെടുക്കാൻ എന്താ പറയുക എവല്യൂട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ തോന്നുന്നുണ്ടോ? 100%. നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു ക്രൗഡ്, ഏറ്റവും അപ്ഡേറ്റഡ് ആയ പ്രേക്ഷകരാണ്. അപ്പോൾ ഈ വേൾഡ് സിനിമയിലെത്തി. അപ്പോൾ ഈ ടോപ്പിക് തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മലയാളി ഓഡിയൻസ് തന്നെയായിരിക്കും. അത് ഹൗ ടെക്നോളജി നമ്മൾ പൊതുവെ മലയാള സിനിമയിൽ ട്രഡീഷണൽ ബേസ്ഡ് കഥകളാണ് നമ്മൾ പൊതുവെ പറയാറ്. പക്ഷേ ടെക്നോളജി ഇത്രയും ഭംഗിയായിട്ട് യൂസ് ചെയ്ത് ഇൻ ടേംസ് ഓഫ് ആക്ഷൻ സീക്വൻസസ് ആയാലും ഇൻ ടേംസ് ഓഫ് ലൊക്കേഷൻസ് ആയാലും, അപ്പോൾ ഇതിന്റെ ടേംസ് അല്ല നമ്മൾ കൃത്യമായിട്ട് ഇപ്പം ഇൻസ്റ്റന്റ്ലി പറഞ്ഞു അത് ഇൻസ്റ്റന്റ്ലി ആൾക്കാർ കൈയടിക്കുക. ബിക്കോസ് ദിസ് ഇസ് സംതിങ് വി ഡു. നമ്മൾ വ്ളോഗേഴ്സ് ഒരു ടെക്നിക്കൽ സാധനം പറയുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പം അങ്ങനത്തെ എല്ലാവർക്കും